ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ ആറ്റിക് ബൈ ലാഡിസ്ലോസ് ഫിൽസ്മാൻ. ഓക്കെ, ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്റർ ലാഡിസ്ലോസ് ഫിൽസ്മാൻ ആണ് എഴുതിയത്. അദ്ദേഹം ഒരു പോളിഷ് പിയാനിസ്റ്റാണ്, ക്ലാസിക്കൽ കമ്പോസറാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. നേരത്തെ തന്നെ പറഞ്ഞു, ഇത് എഴുതിയത് ലാഡിസ്ലോസ് ഫിൽസ്മാൻ ആണെന്ന്. ഇത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിലെ ഒരു പോർഷനാണ് ഇവിടെ ചാപ്റ്ററായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഓട്ടോബയോഗ്രഫി എന്ന് നോക്കാം. ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ ഒരാള് അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടെ ലാഡിസ്ലോസ് ഫിൽസ്മാന്റെ ഓട്ടോബയോഗ്രഫിയായ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിലെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത് വേൾഡ് വാർ II നടക്കുന്ന സമയത്താണ്. നമ്മുടെ ഈ റൈറ്റർ ആ സമയത്ത് ഒളിച്ചിരിക്കുകയും അദ്ദേഹത്തെ ഒരാൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഈ സീൻ, ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഇൻ ദ ആറ്റിക് എന്ന് വെച്ചാൽ മച്ചിൻപുറം എന്ന അർത്ഥം വരുന്നുണ്ട്. ഐ സ്ലാം ഓൺ ദ ചെയർ ബൈ ദ ലാഡർ. സ്ലം എന്ന് വെച്ചാൽ ചാരിയിരിക്കുക, ലാഡർ എന്ന് വെച്ചാൽ സ്റ്റോർ റൂം എന്ന അർത്ഥം. ഐ സ്ലാം ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. അപ്പോൾ നമ്മുടെ റൈറ്റർ ലാഡർ സ്റ്റോർ റൂമിന്റെ അടുത്തായിട്ട് തളർന്ന് ചാരിയിരിക്കുകയാണ്. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. അപ്പം അദ്ദേഹം തളർന്ന് അവശനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കൾ ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്നാണ് പറയുന്നത്. ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് തിരിച്ച് മറുപടി പറയുന്നത് ഒരു ഓഫീസറാണ്. എന്താ പറയുന്നത് നോക്കൂ. ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. നിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ദെൻ ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അപ്പം ആ ഓഫീസർ നമ്മുടെ റൈറ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഐ എം എ പിയാനിസ്റ്റ്. അപ്പം റൈറ്റർ പറഞ്ഞു, ഞാനൊരു പിയാനിസ്റ്റ് ആണ്. ഹി ലുക്ക് അറ്റ് ദ മോർ ക്ലോസ്ലി. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഓഫീസർ എന്നെ അടുത്തേക്ക് ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കി. ദെൻ ഹിസ് ഗ്ലൈൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദ അതർ റൂം. അപ്പൊ ഇവർ രണ്ടും നിൽക്കുന്ന റൂമിന്റെ തൊട്ടടുത്തുള്ള റൂമിലേക്ക് ആ ഓഫീസറിന്റെ കണ്ണൊന്ന് പോയി. നമ്മളിങ്ങനെ നോക്കത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ അതേപോലെ അങ്ങോട്ട് ആ റൂമിന്റെ അങ്ങോട്ട് കണ്ണൊന്ന് പോയി. ആൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ക് ഹിം. പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ ഉദിച്ചു. കം വിത്ത് മീ വിൽ യു. ഓഫീസർ നമ്മുടെ റൈറ്ററിന്റെ അടുത്ത് പറയാണ്, താങ്കൾ എൻ്റെ കൂടെ വരുമോ? വി വെന്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വെയർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വോൾ. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ തൊട്ടടുത്തുള്ള റൂമിലേക്ക് പോയി. അവിടെ ഭിത്തിയോട് ചേർന്ന് ഒരു പിയാനോ വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഓഫീസർ പോയിന്റഡ് ടു ദ ഇൻസ്ട്രുമെന്റ് പ്ലേ സംതിങ്. അപ്പോൾ ആ സമയം നമ്മുടെ ഓഫീസർ പിയാനോയിലോട്ട് ചൂണ്ടിക്കൊണ്ട് നമ്മുടെ റൈറ്ററിനോട് പറഞ്ഞു, എന്തെങ്കിലും വായിക്കാമോ? കാരണം എന്താ, അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. ഐ ലുക്ക് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാനും എന്തോ അന്വേഷിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി, പക്ഷേ അനങ്ങിയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. എന്റെ പേടിക്കുള്ള കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സിൻസ് ഹി ആഡഡ് റെഷ്യൂറിംഗ്ലി മീൻസ് ഒന്നുകൂടി ഉറപ്പിക്കുക. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പ്ലേ ചെയ്തോളൂ. ഇഫ് എനിവൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. ഇനി അഥവാ എന്താ ഇതിന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും പുറത്തുനിന്ന് കയറി വരുവാണെങ്കിൽ താങ്കൾ ഒളിച്ചു നിന്നോളൂ, ഞാൻ പറഞ്ഞോളാം, ഞാനാ ഇത് വായിച്ചതെന്ന് ഓഫീസർ പറഞ്ഞു. വെൻ ഐ പ്ലേസ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. ഞാൻ എൻ്റെ കൈവിരൽ പിയാനോയിലൊന്ന് ടച്ച് ചെയ്തു.
ഐ ഹാഡ് ഇൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. 2.5 വർഷമായിട്ട് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. മൈ ഫിംഗേഴ്സ് വെയർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്. എൻ്റെ കൈ അവിടെ ആ പിയാനോയിൽ ടച്ച് ചെയ്തപ്പോൾ എനിക്ക് കട്ടിയുള്ളതും മാത്രമല്ല എൻ്റെ കൈ ഫുള്ള് ചെളിയായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്ക്. മാത്രമല്ല ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ നഖങ്ങളൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പം തന്നെ നമുക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. വെൻ ഐ പ്ലേഡ് ചോപ്പിൻസ് നെക്ട്രോൺ ഇൻ സി ഷാർപ്പ് മൈനർ. അപ്പോൾ ഞാൻ ചോപ്പിൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യന്റെ നോട്ടാണ് ഇവിടെ വായിച്ചത്. ആ നോട്ടിൽ എന്താ പറയുന്നത്, സാഡ് ആയിട്ടുള്ള, ഗ്ലൂമി ആയിട്ടുള്ള, നൈറ്റ്, അങ്ങനെയുള്ള തീംസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീം ഗ്ലൂമി ആൻഡ് എയർ മീൻസ് ഭയാനകത നിറഞ്ഞ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുൾ ഇരുട്ട്, പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഭയാനകത നിറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, എ ഹാഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. അങ്ങനെ ആ സമയം തന്നെ പുറത്തുനിന്ന് ഒരു ജർമ്മൻ ഓഫീസറിന്റെ പെട്ടെന്നുള്ളൊരു സൗണ്ട് കേൾക്കാനിടയായി. ദ ഓഫീസർ ലുക്ക് അറ്റ് മീ ഇൻ സൈലൻസ്. ആഫ്റ്റർ എ വൈൽ ഹീ സൈഡ് ആൻഡ് മർമേർഡ്. എന്താ ആ നിശബ്ദതയോടുകൂടി ആ ഓഫീസർ എന്നെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഓൾ ദ സെയിം യു ഷുഡിൻ സ്റ്റേ ഹിയർ. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. യു വിൽ ബി സേഫർ ദെയർ. അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, എല്ലാ ആൾക്കാരും ഒരേപോലെയാണ്, നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോവാം, അവിടെ നീ സേഫ് ആയിരിക്കുമെന്ന് പറയുകയുണ്ടായി. ഐ ഷുക്ക് മൈ ഹെഡ്. ഐ ക്യാൻ ലീവ് ദിസ് പ്ലേസ്, ഐ സെഡ് ഫേർമിലി. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, എനിക്കിവിടെ നിന്ന് വരാൻ കഴിയില്ല. Only now did he seems to understand my real reason for hiding among the ruins. Ruins എന്ന് വെച്ചാൽ തകർന്ന്. ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ തകർന്ന കെട്ടിടങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഈ ഓഫീസർക്ക് മനസ്സിലായി എന്താണ് താൻ ഇവിടെ നിന്ന് പോകാത്തതിനുള്ള കാരണമെന്ന്. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. അപ്പോൾ ആ ഓഫീസർ ചോദിച്ചു, താങ്കളൊരു ജൂയിഷ് ആണോ? യെസ്. അപ്പം നമ്മുടെ റൈറ്റർ എസ് എന്ന ആൻസർ നൽകി. യെസ്, വെൽ, ഹി മർമേർഡ്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി ക്യാൻ ലീവ്. വേർ ആർ യു ഹൈഡിങ്? അതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് താങ്കളോടൊപ്പം വരാൻ കഴിയാത്തത്. അപ്പോൾ ഓഫീസർ ചോദിച്ചു, താങ്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന്. ഇൻ ദ ആറ്റിക്. ആറ്റിക് എന്ന് പറഞ്ഞാൽ മച്ചിൻപുറം എന്ന് പണ്ടുള്ള വീടുകളിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വീടുകളൊന്നുമില്ല. നമ്മുടെ റൂഫിന്റെ തൊട്ട് താഴെയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫീസറിന്റെ ശ്രദ്ധയിൽ എന്തോ ഒരു കാര്യം പെട്ടു. എന്റെ ശ്രദ്ധയിൽ പെടാത്തൊരു കാര്യം ഓഫീസറിന്റെ ശ്രദ്ധയിൽ പെട്ടു. എന്താണെന്ന് നോക്കാം. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി എബോവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. അപ്പോൾ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം തന്നെയാണ്. പക്ഷേ ആറ്റിക്കിനെ കാട്ടി കുറച്ച്. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 3 days passed before he reappeared. 3 ദിവസത്തിന് ശേഷമാണ് ആ ഓഫീസർ തിരിച്ചവിടെ എത്തിയത്. ഇറ്റ് വാസ് ഈവനിങ്. അതൊരു വൈകുന്നേരമായിരുന്നു. ആൻഡ് പിച്ച് ഡാർക്ക് എന്ന് വെച്ചാൽ വളരെ ഇരുട്ട്, ലൈറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ. പിച്ച് ഡാർക്ക്. വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. എൻ്റെ ലോഫ്റ്റിന്റെ അടിയിൽ നിന്ന് ഞാനൊരു സൗണ്ട് കേട്ടു. ഹലോ, ആർ യു ദെയർ? എന്തായിരുന്നത്? താങ്കൾ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. ഞാനിവിടെ ഉണ്ട് എന്ന് നമ്മുടെ റൈറ്റർ റിപ്ലൈ ചെയ്തു. സൂൺ ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ തൊട്ടടുത്ത് ഹെവി ആയിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള ഒരു സാധനം വന്ന് വീണു. ത്രൂ ദ പേപ്പർ. അതൊരു പേപ്പർ പൊതിയായിരുന്നു.
ഐ ഫെൽ സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. അപ്പോൾ ഞാൻ ആ പേപ്പർ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എന്താ, അത് ലോവ്സ് ആയിരുന്നു. ലോവ്സ് എന്ന് വെച്ചാൽ ബ്രെഡ് ആയിരുന്നു. മാത്രമല്ല വിച്ച് ലേറ്റർ ടേൺ ഔട്ട് ടു ബി ജാം റാപ്പിഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് പറയുന്നത് ബട്ടർ പേപ്പറിനെയാണ്, നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടർ പേപ്പറിനെയാണ് ഗ്രീസ് പ്രൂഫ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ജാമ് പൊതിഞ്ഞ നിലയിലായിരുന്നു അവിടെ അയാളുടെ അടുത്ത് വന്ന് വീണത്. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ് വെയിറ്റ് എ മൊമെന്റ്. ആ സാധനം ഞാൻ അടുത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആ ഓഫീസറിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. വെയിറ്റ് എ മൊമെന്റ്, ഒരു നിമിഷം നിൽക്കണേ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യന്റ്. വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ലോഫ്റ്റിന്റെ താഴെ നിന്ന് വരുന്ന സൗണ്ടിന് ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. വാട്ട് ഇറ്റ് ഈസ്, ഹറിയപ്പ്, നിനക്ക് എന്താണ് വേണ്ടത്, പെട്ടെന്ന് പറയൂ എന്നുള്ള രീതിയിലായിരുന്നു ഓഫീസറിന്റെ മറുപടി. ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ, ഐ മസ്റ്റിന്റ് സ്റ്റേ ലോങ്. ഇങ്ങോട്ട് വരുന്നത് താഴെ നിൽക്കുന്ന ഗാർഡ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറെ സമയം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഓഫീസർ പറയുന്നുണ്ട്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, കുറച്ച് 2-3 ആഴ്ച കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്യണം. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലാസ്റ്റ്. സ്പ്രിംഗ് എത്തുന്ന സമയത്ത് വാർ അവസാനിക്കുമെന്ന് ഓഫീസർ പറയുന്നു. ദ വോയിസ് ഫെൽ സൈലന്റ്. കുറച്ച് സമയത്തേക്ക് വോയിസ് ഒന്നുമില്ല, സൗണ്ട് ഒന്നുമില്ല. ഐ ഡിഡ്ന്റ് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. അപ്പോൾ നമ്മുടെ റൈറ്ററിന് മനസ്സിലാവുന്നില്ല ഓഫീസർ തിരിച്ചു പോയോ അതോ അവിടെ തന്നെ ഉണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ, യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓഫീസർ സംസാരിച്ചു, നീ കുറച്ചു നാളും കൂടെ ഇവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാഷ്. അതൊരു പരുക്കൻ സ്വരത്തിലായിരുന്നു നമ്മുടെ ഓഫീസർ സംസാരിച്ചത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വയർ ഗിവിംഗ് ആൻ ഓർഡർ. ഒരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒരു ഓർഡർ ആയിട്ടാണ് ആ കാര്യം പറഞ്ഞത്. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിംഗ് ബിലീഫ്. അൺയീൽഡിംഗ് എന്ന് വെച്ചാൽ കീഴടങ്ങാൻ പറ്റാത്ത. അൺയീൽഡിംഗ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വിൽ ഫോർ അസ്. അയാൾക്ക്, നമ്മുടെ ഓഫീസറിന് കീഴടങ്ങാൻ പറ്റാത്ത ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യുദ്ധം അവസാനിക്കുമെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മുടെ റൈറ്റർക്കും കൂടെ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിംഗ്. പെട്ടെന്ന് തന്നെ ആ ആറ്റിക്കിന്റെ താഴെയുള്ള ഡോറ് അടയ്ക്കുന്ന ശബ്ദമാണ് കേട്ടത്. മൊണോട്ടണസ് എന്ന് വെച്ചാൽ വിരസമായ, ഡൾ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. മൊണോട്ടണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് അവേ. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ആഴ്ചകൾ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ആർട്ടിലറി ഫയർ എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന പീരങ്കി ഉണ്ടല്ലോ, വലിയ തോക്ക്, അതിന്റെ സൗണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. അപ്പോൾ ആ പീരങ്കി വെച്ചുള്ള ഫയറിന്റെ ശബ്ദമൊന്നും കുറച്ച് നാളുകൊണ്ട് കേൾക്കാറില്ല. There were days when not a single shot broke the silence. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടെന്ന് നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്. Soldier went up and down the stair of. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. But my hiding place was well chosen. No one ever thought of searching the loft. നമ്മുടെ റൈറ്റർ ചിന്തിക്കുന്നു, ഞാൻ ഒളിക്കാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലം എന്തുകൊണ്ടും ബെറ്റർ ആണ്. കാരണം ഇങ്ങോട്ടേക്ക് ആരും തന്നെ വരാറില്ല. On 12 December the officer came for the last time. അങ്ങനെ അവസാനമായിട്ട് ആ ഓഫീസർ വന്നതെന്നാണ് ഡിസംബർ 12. He bought me a large supply of bread. അപ്പം അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം ധാരാളം ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല എ വോം എയ്ഡഡ് ഡൗൺ. എയ്ഡഡ് ഡൗൺ എന്ന് വെച്ചാൽ സോഫ്റ്റ് ബെഡ്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഉണ്ടായിരുന്നു. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിംഗ് വോൾസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വോൾസോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഞാനും എൻ്റെ
ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സും തിരിച്ചു പോവുകയാണ്. ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹേർട്ട്. ഇതൊരു ഫ്രേസാണ്. ഇതിന്റെ അർത്ഥം നിന്റെ ധൈര്യം നീ കൈവെടിയരുത് എന്നാണ്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഐ ആസ്ക് ആങ്ഷ്യസ്ലി. ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യുന്നുള്ളത്. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ് ദിസ് ഇൻഫെർനോ. ഇൻഫെർനോ എന്ന് വെച്ചാൽ നരകം എന്നാണ് അർത്ഥം. ഫോർ ഓവർ 5 years. അപ്പം നമ്മുടെ ഓഫീസർ പറയാണ് 5 വർഷമായിട്ട് നമ്മൾ ഈ നരകത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നും ഇവിടെ തന്നെ ജീവിക്കാൻ ദൈവം സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. വി ഹാഡ് ഓൾറെഡി സെഡ് ഗുഡ് ബൈ ആൻഡ് ഹി വാസ് എബൌട്ട് ടു ഗോ. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഓഫീസർ തിരിച്ചു പോവുകയാണ്. ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് when an idea came to me at the last moment. അവസാന നിമിഷം പോലും എൻ്റെ മനസ്സിലൊരു ഐഡിയ തെളിഞ്ഞു വരുന്നില്ല. I had long been rocking my brains. Rocking my brains എന്ന് വെച്ചാൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് I had long been rocking my brains for some way of showing him my gratitude. ഇത്രയും ചെയ്തു തന്ന ഈ ഓഫീസർക്ക് ഒരു നന്ദി എങ്ങനെ കൊടുക്കും എന്നുള്ള ചിന്തയാണ് നമ്മുടെ റൈറ്ററിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജന്റ്ലി. പെട്ടെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം, യു ഡിഡ്ന്റ് ആസ്ക് മീ, ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. ഹു നോസ് വാട്ട് മൈ ഹാപ്പൻ. അപ്പൊ എന്താ, ഞാനായിട്ട് എൻ്റെ പേര് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, അദ്ദേഹമായിട്ട് ചോദിച്ചിട്ടുമില്ല. ഇനി അഥവാ നമുക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എങ്ങനെ അറിയും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. ഇഫ് ഐ സർവൈവ് ഐ വിൽ സർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ എഗെയിൻ. അപ്പോൾ ഈ വാറൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് നേരെ ആവുന്ന സമയത്ത് ഞാൻ ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ച് വീട്ടിലെത്തുകയാണെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഞാൻ പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യാൻ വീണ്ടും കയറുകയാണെങ്കിൽ, നേരത്തെ അദ്ദേഹം നമ്മുടെ റൈറ്റർ പോളിഷ് റേഡിയോയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വീണ്ടും ജോലിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ, ഐ വാസ് ദെയർ ബിഫോർ ദ വാർ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. റിമെമ്പർ മൈ നെയിം സ്പിൽസ്മാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ. അങ്ങനെ നമ്മുടെ റൈറ്റർ പേര് പറയാണ് സ്പിൽസ്മാൻ എന്ന്. പോളിഷ് റേഡിയോ എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. He smiled his usual smile, half shy and embraced, but I felt I had given him pleasure with my naive wish to help him. നെയ്വ് എന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്കമായ ഹെൽപ്പ്. ഇങ്ങനെ ഒരു പേര് പറഞ്ഞ സമയത്ത് നമ്മുടെ ഓഫീസർ എപ്പോഴും ചിരിക്കുന്ന പോലെ ഒരു ചിരി കൊടുത്തു. മാത്രമല്ല അതൊരു നാണത്തോടെയുള്ള ഒരു ചിരിയായിരുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചു കാണത്തില്ല. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ മഞ്ഞ്. ഡിസംബർ നമുക്ക് അറിയാലോ മഞ്ഞ് സമയമാണെന്ന്. The first hard frost came in the middle of December. Christmas came, and then the New Year 1945. The 6th Christmas and New Year celebration of the war. And the worst I had known. I lay in the dark, listening to the ക്രിസ്മസിനെ പറ്റിയും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പുറത്തുള്ള ശബ്ദങ്ങൾ. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. ഐ സപ്പോസ് anyone else in the world I had to be alone, entirely alone, if I wanted to live. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. On 14th January, unusual noises in the building and the street outside woke me. ജനുവരി 14-ാം തീയതി പുറത്ത് എന്തൊക്കെയോ സൗണ്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ റൈറ്റർ എഴുന്നേൽക്കുന്നത്. Soldiers ran up and down the stairs and I heard agitated, nervous voices. നമ്മുടെ സോൾജിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവര് വളരെ പരിഭ്രാന്തരായിരുന്നു. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. അങ്ങനെ 15-ാം തീയതി ജനുവരി 15-ാം തീയതി രാവിലെ പുറത്ത് ഭയങ്കര ശബ്ദം കേൾക്കാൻ തുടങ്ങി.
The ground and the walls of the building shook under the constant dull thunder. ഇങ്ങനെ ഉറച്ച ശബ്ദം കേൾക്കുന്നതോടുകൂടി നമ്മുടെ ബിൽഡിംഗ് ഒക്കെ അനങ്ങാൻ വലിയ രീതിയിൽ അനങ്ങാനൊക്കെ തുടങ്ങി. 3 hours later, the heavy artillery fire died down again. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന തോക്കിന്ന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ നിന്നു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. പക്ഷെ എൻ്റെ ആ ഒരു പേടി മാറിയിട്ടില്ല. I did not sleep at all the night. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. The street fighting would begin at any moment and I could be killed. എന്താ ഈ ഒരു സ്ട്രീറ്റ് എന്നേക്കുമായി ഇല്ലാതാകാം, ഞാൻ എന്നേക്കുമായി ഇല്ലാതാകാം, ആരെങ്കിലുമൊക്കെ എന്നെ കൊല്ലാം എന്നൊക്കെ നമ്മുടെ റൈറ്റർ ചിന്തിക്കുന്നു. The night passed peacefully. Around 1 o'clock, I heard the remaining Germans leaving the building. എന്താ അങ്ങനെ ആ രാത്രി നല്ല രീതിയിൽ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1 മണിയായപ്പോഴത്തേക്ക് ബാക്കിയുള്ള ജർമ്മൻസ് അവിടെ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അവിടെ മൊത്തം സൈലന്റ് ആയി. I could not ever hear the steps of the guard outside the building. അകത്ത് മാത്രമല്ല പുറത്തും ആരുടെയും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. Not until the early hours of the next day was the silence broken by a loud and resonant noise. Resonant noise എന്ന് വെച്ചാൽ മുഴങ്ങുന്ന സൗണ്ട് എന്നാണ് അർത്ഥം. പിറ്റേന്ന് അതിരാവിലെ തന്നെ എന്തോ ഒരു വലിയ അനൗൺസ്മെന്റ് കേൾക്കാൻ തുടങ്ങി. The last sound I heard expected. Radio loudspeakers set up somewhere nearby were broadcasting announcement in Polish of the defeat of Germany and the liberation of Warsaw. എന്താ അവിടെ അടുത്ത് തന്നെ എവിടെയൊക്കെയോ ലൗഡ് സ്പീക്കർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെന്റ് ആയിരുന്നു. പോളിഷ് ഭാഷയിലായിരുന്നു അനൗൺസ്മെന്റ്. എന്താ അനൗൺസ്മെന്റ്? ജർമ്മനിക്കാർ തോറ്റിട്ടുണ്ട്, ഇപ്പോ വാൾസോ സ്വതന്ത്രമായെന്നാണ് പറയുന്നത്. The Germans had withdrawn without a fight. ജർമ്മനി തോറ്റെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ അവര് തിരിച്ചു പോവാൻ തയ്യാറായി. As soon as it began to get light, I prepared feverishly for my first venture out. Feverishly എന്ന് വെച്ചാൽ പരിഭ്രാന്തത. അപ്പോൾ ലൈറ്റ് ഒക്കെ വന്നു. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ റൈറ്ററിന്റെ ആ മനസ്സിലുള്ള പേടി ഇതുവരെ മാറിയിട്ടില്ല. My officer had left me a German military overcoat to keep me from freezing. അപ്പോൾ ഡിസംബർ സമയം ആയപ്പോഴത്തേക്ക് ഞാൻ കണ്ടുമുട്ടിയ ആ ഓഫീസർ ഉണ്ടല്ലോ, ആ ഓഫീസർ എനിക്കൊരു ജർമ്മൻ മിലിറ്ററി കോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ധരിച്ചു. I had already put it on when I suddenly heard the rhythmic footstep of guard out in the road again. അങ്ങനെ അത് ധരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ, കാൽ നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ബൂട്ടിന്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. He had the Soviet and Polish troops withdrawn then. അപ്പോൾ പുറത്ത് ആരാ ഉള്ളത്? നമ്മുടെ ആൾക്കാരാണോ ഉള്ളത് അതോ ജർമ്മൻകാരാണോ എന്നൊന്നും ഇപ്പൊ നമ്മുടെ റൈറ്ററിന് അറിയില്ല. I sank on my mattress utterly dejected and lay there until something new came to my ears. എന്തെങ്കിലും പുതിയൊരു അനൗൺസ്മെന്റ് കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ആ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. The voices of women and children. At all costs I had to get information. അപ്പോൾ പുറത്തുനിന്ന് കുട്ടികളും മുതിർന്ന ആൾക്കാരും ഒക്കെ സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. I ran downstairs, put my head out of the front door and looked out. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഡോറിൽ കൂടെ വെളിയിലേക്ക് നോക്കി. It was a grey misty morning. അതൊരു മഞ്ഞുള്ള പ്രഭാതമായിരുന്നു. To my left, not far away, stood a woman soldier in a uniform that was difficult to identify at this distance. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ യൂണിഫോം ഇട്ട ഒരു വിമൻ സോൾജിയർ ഉണ്ടായിരുന്നു. മഞ്ഞുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. A woman with a bundle on her back was approaching from my right. അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഭാരം തൂക്കിക്കൊണ്ട് ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. When she comes closer, I venture to speak to her. അവരെൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. Hello, excuse me, I called in a muted voice, beckoning her over. ഞാൻ വളരെ ശബ്ദം താഴ്ത്തി
അവരോട് സംസാരിച്ചു തുടങ്ങി. She stared at me, dropped her bundle and took to her heels with a shriek of a German. അവർ പെട്ടെന്ന് തന്നെ വളരെ പേടിച്ച് വിളിച്ചു പറയാൻ തുടങ്ങി. എ ജർമ്മൻ, താണ്ടെ ഒരു ജർമ്മൻകാരൻ. Immediately the guard turned, saw me, aimed and fired her machine pistol. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഓഫീസർ തിരിഞ്ഞ് എൻ്റെ നേരെ വെടിയുതിർത്തു. The bullet hits the wall, and without thinking, I rushed up the stair and took refuge in the attic. എന്താ പക്ഷെ എൻ്റെ നേരെ അല്ല ആ ബുള്ളറ്റ് വന്നത്, അത് ഭിത്തിയിൽ തറച്ചു. ആ സമയം തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ തിരിച്ച് ആറ്റിക്കിലേക്ക് കയറി. Looking out of my little window a few minutes later, കുറച്ച് സമയത്തിന് ശേഷം ഞാൻ എൻ്റെ ജനൽ വഴി പുറത്തേക്ക് നോക്കി. I saw that the whole building was surrounded. എന്താ എൻ്റെ ബിൽഡിങ്ങിൽ ചുറ്റും സോൾജിയേഴ്സ് വളഞ്ഞിട്ടുണ്ട്. I heard soldiers calling to each other and then the sounds of shots and exploding hand grenades. അപ്പോൾ എന്താ പുറത്ത് വെടിയുച്ചയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. This time my situation was absurd. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്താ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. I was going to be shot by Polish soldiers in liberated Warsaw. എന്താ ഇപ്പോൾ വാഴ്സോ ഇവരെ വിശ്വസിപ്പിക്കൂ എന്നാണ് നമ്മുടെ റൈറ്റർ ചിന്തിക്കുന്നത്. I began coming down the stair, shouting as loud as I could, "Don't shoot, I am Polish." അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം എന്തോ ഞാൻ പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, "I am Polish, ഞാനൊരു പോളണ്ടുകാരനാണ്." Very soon I heard swift footsteps climbing the stair. The figure of a young officer in Polish uniform with the eagle on his cap came in view. എന്താ പെട്ടെന്ന് തന്നെ ഒരു ഓഫീസർ മുകളിലേക്ക് കയറി വന്നു. യൂണിഫോം ഒക്കെ ധരിച്ച ഒരു ഓഫീസർ കയറി വന്നു. അയാളുടെ തൊപ്പിയിൽ ഒരു ഈഗിൾ ഉണ്ടായിരുന്നു. അയാൾ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. He pointed, hands up പറഞ്ഞു, കൈ ഉയർത്താൻ പറഞ്ഞു. I repeated my cry of, "Don't shoot, I am Polish." ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പോളണ്ടുകാരനാണ്. The lieutenant went red with fury. എന്താ ഫ്യൂരി എന്ന് വെച്ചാൽ കോപം. Then why in God's name don't you come down? He roared. And what are you doing in the German court? അപ്പം നമ്മുടെ ആ ഓഫീസർ ചോദിച്ചു, താങ്കൾ താഴേക്ക് ഇറങ്ങി വരാതെ ഇവിടെ ഈ ജർമ്മൻകാരൻ്റെ കോട്ട് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in German. എന്താ എൻ്റെ ആ സിറ്റുവേഷനും അവിടുത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വെച്ച് പോളണ്ടുകാരനാണ്, ഒരു ജർമ്മൻകാരനല്ല എന്ന് ആ സോൾജറിന് മനസ്സിലായി. Then they decided to take me. അങ്ങനെ എന്നെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയി. To their headquarters so that I could wash and have a meal. അപ്പോൾ നമ്മുടെ സ്പിൽസ്മാനെ ആ സോൾജർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. After 2 weeks, 2 ആഴ്ചയ്ക്ക് ശേഷം, well cared for by the മിലിറ്ററിയിലെ നല്ല സേവനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, I walked through the street of Warsaw without fear, a free man for the first time in almost 6 years. 6 വർഷത്തിന് ശേഷം ഫ്രീ ആയിട്ട് ഒരു പേടിയുമില്ലാതെ വാഴ്സോയിലൂടെ അദ്ദേഹം നടന്നു വരികയായിരുന്നു. I look over to the north of the city. അങ്ങനെ വരുന്ന സമയത്ത് സിറ്റിയുടെ നോർത്ത് സൈഡിലേക്ക് നോക്കുമ്പോൾ, where the ghetto had been, where 500,000 Jews had been murdered. ഗെറ്റോ എന്ന് പറയുന്നത് യഹൂദര് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ മില്യൺസ് ഓഫ് ജൂതന്മാരാണ് മരിച്ച് കിടക്കുന്നത്. There was nothing left of it. അവിടെ ഒന്നും തന്നെ ഇല്ല. Tomorrow I must begin a new life. നാളെ ഞാനൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. With nothing but death behind me. ഒന്നുമില്ല, എൻ്റെ പിറകിൽ മരണം മാത്രം. I went on my way. ഞാൻ എൻ്റെ വഴിയെ നടന്നു. Adapted from the pianist. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഇത് പിയാനിസ്റ്റിൽ നിന്നും അഡാപ്റ്റ് ചെയ്തൊരു ഭാഗമാണിതെന്ന്. ഇനി നോക്കിക്കോളൂ, വിം ഹോസ്ഫീൽഡ് നമ്മുടെ
തുടക്കത്തിൽ നമ്മൾ കണ്ട ഓഫീസറിന്റെ പേരായിരുന്നു അത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ദ സോൾജിയർ ഹൂ സേവ്ഡ് സ്വിൽസ്മാൻ ഓൾസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽ. സ്വിൽസ്മാനെ മാത്രമല്ല വേറെ ധാരാളം ആൾക്കാരെയും അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ വാർ. അപ്പോൾ വാറിന് ശേഷം അദ്ദേഹത്തെ റെഡ് ആർമി പിടികൂടുകയുണ്ടായി. ഹി കുഡ് നോട്ട് കോണ്ടാക്ട് സ്വിൽസ്മാൻ. അദ്ദേഹത്തിന് സ്വിൽസ്മാനെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ആൻഡ് ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. 1952 സോവിയറ്റ് പ്രിസണിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ സ്വിൽസ്മാൻ ധാരാളം കത്തുകളൊക്കെ അയക്കുകയുണ്ടായി. ഒന്നും തന്നെ അവിടെ കിട്ടുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.